ഭാരതാംബയെക്കുറിച്ച് പല രീതിയിലുള്ള വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടൊരു കാലം. എൻ്റെ വീട്ടിൽ എന്നെ തേടി സംഘത്തിൻ്റെ സേതുമാധവൻജി വരുന്നത് സംസ്കൃതത്തിൽ. അപ്പോൾ ഭാരതാംബയെക്കുറിച്ച് ഒരു കൃതി ആവശ്യമാണ്, ഞങ്ങൾക്കത് എഴുതി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. സംസ്കൃതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിത ഭാരതാംബയെ കുറിച്ചിട്ടൊരു പ്രാർത്ഥനാ ഗീതം എഴുതുന്നത്. അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നമോ നമസ്തേ ഭാരത ജനനി പ്രപഞ്ചമാതസ്ത്വം പ്രസീദ മധ്യം സുഖദം സുസ്ഥിര ഭാവോജ്വലമൈക്യം. സമുദ്രവസനാവരണേ, സമുദ്രമാകുന്ന വസ്ത്രം ചുറ്റിയിട്ട് ഗിരിവര കിരീടധരിണി, ഗിരിവരനാകുന്ന ഹിമാലയത്തെ കിരീടമായി ധരിച്ചവൾ എന്നുള്ള സങ്കല്പത്തിൽ തന്നെയാണ് അത് ചെയ്തത്. ഞാൻ ഏറ്റവും കൂടുതൽ അച്ഛനോടൊപ്പം യജ്ഞവേദികളിലായിരുന്നു. ശങ്കര ഭഗവത്പാദ സ്വാമി വിവേകാനന്ദാദീന സങ്കല്പം വസുധൈവ കുടുംബം അവശ്യം കരണീയം. ഇവിടെ ശങ്കര ഭഗവത്പാദരും സ്വാമി വിവേകാനന്ദനും ഒക്കെ സ്വപ്നം കണ്ട വേദങ്ങളുടെ പരമസത്തയായിരിക്കുന്ന ആശയമായിരിക്കുന്ന വസുധൈവ കുടുംബകം പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. സംസ്കൃതം പഠിക്കാനായിട്ട് പിന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് എനിക്ക് ഒരൊറ്റ ദിവസം വേണ്ടി വന്നിട്ടുള്ളൂ, ഒരു പേപ്പർ വായിച്ച് പരീക്ഷ എഴുതാനായിട്ട്. പക്ഷേ സംസ്കൃതം ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല, അനായാസം ചെയ്യാൻ പറ്റില്ല.